ഹലോ ഗൈഡ്സ്, നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പക്ഷേ ഫസ്റ്റ് രാവിലെ തന്നെ ഞാൻ ചോറുള്ള ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. മോര് കറി, അത് ഒഴിച്ച കറി പോലെ മോര് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് പപ്പായയും നമ്മുടെ ചേമ്പും കൂടെ മുറിച്ച് അതിലേക്ക് ഇട്ടു. ഉപ്പ്, മഞ്ഞൾ, മുളക് ഇത്രയും ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് അടുപ്പത്തോട്ട് വെച്ച് മൂടി വെച്ചു. അതിനുശേഷം തേങ്ങ വരുമ്പോൾ ബാക്കി പപ്പായയുടെ ബാക്കി എടുത്ത് ചിരകുന്നുണ്ടായി, ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചിരകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ തേങ്ങയെല്ലാം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിക്കാതെ മോര് തന്നെ ഒഴിച്ചിട്ട് മിക്സിയിൽ അടിക്കാമെന്ന് വിചാരിച്ച് മിക്സിയുടെ ജാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് മോരെടുത്ത് അതിലേക്ക് ഒഴിച്ചു. കുറച്ച് മോര് ആദ്യം ഒഴിച്ചിട്ട് നമ്മൾ നല്ല തിക്കാവുന്നവരെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞെടുക്കാൻ വേണ്ടി നന്നായിട്ട് അരയ്ക്കുക. അതിനുശേഷം ഒന്ന് നന്നായി പേസ്റ്റ് ആയതിന് ശേഷം വീണ്ടും മോര് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ച് അത് നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കറി നന്നായി തിക്കായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണ്ടി വന്നു. അപ്പോൾ ആ മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചു. കുറച്ചുകൂടെ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഒന്നുകൂടെ പേസ്റ്റ് രൂപത്തിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കറി പോലെ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി അതങ്ങനെയാക്കി എടുത്തു. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് നോക്കുമ്പോൾ ഉപ്പും മുളകും മഞ്ഞളൊക്കെ പാകമായിരുന്നാൽ കുറച്ചുകൂടെ ഉപ്പ് വേണമായിരുന്നു. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടെ എടുത്ത് അതിലോട്ടിട്ടു. അപ്പോൾ എല്ലാം കറക്റ്റ് പാകമായതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ മിക്സാക്കിയതിന് ശേഷം പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, ഉലുവ ഇത്രയാണ് ഇട്ടത്. പിന്നെ കറിവേപ്പില. നിങ്ങൾ വേണമെങ്കിൽ ചുവന്ന മുളക് ഉപയോഗിക്കാം. എനിക്ക് ചുവന്ന മുളക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയെല്ലാം ഇട്ട് മിക്സാക്കി നന്നായി കടുക് ഉലുവയെല്ലാം നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ മിക്സ് എടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കറി ഒന്ന് ജസ്റ്റ് തിളക്കുക മാത്രമേ പറ്റുള്ളൂ. കാരണം മോര് വാർന്ന് വെക്കുന്ന കറി ഒരിക്കലും നന്നായി തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ മിക്സ് കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാം ഉണ്ടാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.